ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയും കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. കുറച്ച് പൊട്ടാറ്റോസും ടൊമാറ്റോയും മാത്രം മതി. അപ്പോൾ അതിനായി ആദ്യം നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഇല്ലാത്തവർ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. കുറച്ച് കടുക് പൊട്ടിക്കുക, പിന്നെ ജീരകം, പിന്നെ കായം, അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു മുളക്, ചുവന്ന മുളകാണ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. ഏകദേശം ഒരു 1.5 സ്പൂണായിരുന്നു. പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. പിന്നെ കുറച്ച് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം, അത് ഈ മുളകൊക്കെ കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ. അതിന് പുറകെയായിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ്, ഞാനൊരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ടൊമാറ്റോസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ടൊമാറ്റോസിന് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട്. ഈ ടൊമാറ്റോസ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേണ്ട ഉപ്പും, ഞാൻ ഷുഗർ പൗഡറാണ് യൂസ് ചെയ്തത്, കുറച്ച് ഷുഗർ പൗഡറും ഇതിലേക്ക് ചേർക്കാം. പിന്നെ പൊട്ടാറ്റോസ്, ഞാൻ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 4 മീഡിയം സൈസ് 4 പൊട്ടാറ്റോസാണ് എടുത്തത്. പൊട്ടാറ്റോസ് വേവിക്കുമ്പോൾ ഓൾറെഡി ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണക്കാക്കിയാണ് ഞാൻ ഈ കറിയിലേക്ക് ഉപ്പ് ചേർത്തത്. ആവശ്യമുണ്ടെങ്കിൽ ഈ പൊട്ടാറ്റോ വേവിച്ച വെള്ളം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അത് വിതറി കൊടുക്കാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ആക്ച്വലി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. 10 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നൊരു കറിയാണ്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതേ റെസിപ്പി ഓണിയൻ ചേർത്തിട്ട് ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.